അടുത്തത് നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ശേഷമുള്ള ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നമുക്ക് നോക്കാം. നമുക്കറിയാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ശേഷം പലരും വർക്ക് ചെയ്യാൻ പോകുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ ചിലത് പവർ ജനറേഷൻ ഉണ്ട്, അതുപോലെ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ട്, അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നൊരു ഏരിയ ഉണ്ട്. കൂടാതെ എന്താണ് ഗ്രീൻ എനർജി ട്രാൻസിഷൻ, അതൊരു വലിയ ഗ്രോയിങ് ഏരിയയാണ്. ഡെവലപ്ഡ് രാജ്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജികളിലേക്കുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെൻറ് സെക്ടറിൽ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഫ്ലി ഒരു 5,000 to 7,000 വേക്കൻസീസ് പെർ ഇയർ നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഓവറോൾ നമ്മൾ വേക്കൻസീസ് കാണാറുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഈ പറഞ്ഞ പോലെ പവർ പ്രോജക്ട്സ്, അതായത് ദാമോദർ വാലി കോർപ്പറേഷൻ പോലെയുള്ള പവർ പ്രോജക്ട്സിലും അതുപോലെ ജനറൽ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം വഴിയുള്ള റെയിൽവേസ് ഉൾപ്പെടെയുള്ള സെക്ടറുകളിലേക്കും, അതുപോലെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്കും KSEB-യിലേക്കും ഒക്കെയുള്ള പോസ്റ്റുകളിലേക്കാണ് ജനറലി ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് പോകാറുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ISRO പോലെയുള്ള ഓർഗനൈസേഷൻസിൽ എങ്ങനെയാണ് വേക്കൻസികൾ റീസെൻ്റ്ലി റിപ്പോർട്ട് ചെയ്തതെന്ന് സാറിനോട് ചോദിക്കാം. ഓക്കെ, ISRO and DRDO and BARC electrical engineering posts are very less. ISROയിൽ 9 പോസ്റ്റ് തന്നെ റീസെൻ്റ് അഡ്വർടൈസ്മെൻറ്റിൽ ഉണ്ടായിരുന്നു. DRDOയിൽ 7 ഓൺലി. കമ്മിങ് ടു ദിസ് മേജർ കമ്പനീസ് ടേക്കിംഗ് electrical EEE ഈസ് ഫസ്റ്റ് BHEL ഔട്ട് ഓഫ് 400 പോസ്റ്റ് 70 എണ്ണം ഉണ്ടായിരുന്നു റീസെൻ്റ് അഡ്വർടൈസ്മെൻറ്റ്. അടുത്തത് ഗെയിൽ 14 നമ്പർ ഓഫ് പോസ്റ്റ് വേർ ദർ ഔട്ട് ഓഫ് 73. അടുത്തത് മേജർ NTPC ദർ വർ ടോട്ടലി 470 വേക്കൻസീസ്. EEEക്ക് 135 ഉണ്ടായിരുന്നു. അടുത്തത് നെക്സ്റ്റ് HPCL അതിൽ 35 പോസ്റ്റ് ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് 175. ഇങ്ങനെ എല്ലാ മഹാരത്ന നവരത്ന കമ്പനികൾ, ഫോർ എക്സാമ്പിൾ നാൽക്കോ ഈസ് ദ നെക്സ്റ്റ് 100 പോസ്റ്റ് ഉണ്ടായിരുന്നു. നാഷണൽ അലുമിനിയം കമ്പനി, ഓക്കെ, 100 പോസ്റ്റ് വാക്കൻസി ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ ഹൺഡ്രഡ്സിൽ എവറി ഇയർ. ആൻഡ് NHPC ഈസ് 74 പോസ്റ്റും ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ എല്ലാ കമ്പനികളിലെയും ഇലക്ട്രിക്കൽ എടുക്കുന്നുണ്ട്. ബട്ട് വൺ ഒബ്സർവേഷൻ, THDC പവർ കമ്പനി ഈസ് ദിയർ, പവർ മിനി രത്ന കമ്പനി 25 പോസ്റ്റും ഉണ്ടായിരുന്നു. സോ ISRO, DRDO, BARC മാതിരിയുള്ള ഗവൺമെൻറ് ഓർഗനൈസേഷനിലെ ഇലക്ട്രിക്കൽ അബ്സോർപ്ഷൻ ഈസ് ലെസ്. whereas there are lot of many power companies are distribution, generation, ഇങ്ങനെ ഒരുപാട് കമ്പനികൾ PSU ലിസ്റ്റിൽ നമ്മൾട്ട് ഉണ്ട്. ഓക്കെ, സോ ദർ ഈസ് നോ പ്രോബ്ലം വിത്ത് ഇലക്ട്രിക്കൽ. സോ നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ സാറ് പറഞ്ഞതുപോലെ ISRO, DRDO നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സിനെ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കലിൽ അല്പം വേക്കൻസി കുറവാണെങ്കിലും നമ്മൾ ഇൻ ജനറൽ സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒരുപാട് വേക്കൻസികൾ ഇലക്ട്രിക്കലിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അത് കൂടുതലും പവർ ജനറേഷൻ, പവർ ട്രാൻസ്മിഷൻ ഏരിയാസിലാണ്. ഇത് കൂടാതെ നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഇതനുസരിച്ച്, കോഴ്സ് അനുസരിച്ച് എന്താണ്, നമുക്ക് ഗ്രീൻ എനർജി ട്രാൻസിഷൻ ഒരുപാട് എഞ്ചിനീയേഴ്സ് ആവശ്യമുണ്ട്. സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. കൺസ്ട്രക്ഷൻ ഏരിയാസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയേഴ്സിനും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുണ്ട്. കൂടാതെ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഹൈബ്രിഡ് വെഹിക്കിൾസ് തുടങ്ങിയുള്ള സെക്ടേഴ്സ് വളരെയധികം ഗ്രോത്തിൻ്റെ ഒരു വഴിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏരിയാസിലൊക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഒരുപാട് സ്കോപ്പുണ്ട്. കൂടാതെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്കുള്ള പ്രധാനപ്പെട്ട പബ്ലിക് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് ഏരിയാസ് എന്ന് പറയുന്ന NTPC, പവർ ഗ്രിഡ്, ISRO ആൻഡ് DRDO വളരെ കുറച്ച് വേക്കൻസികൾ, അതുപോലെ ദാമോദർ വാലി കോർപ്പറേഷൻ, BHEL, NHPC, THDC, SEIL, ECIL, അതുപോലെ UPSC വഴിയും SSC വഴിയും ഒക്കെയുള്ള ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളുണ്ട്. റെയിൽവേയിലുണ്ട്. സ്റ്റേറ്റ് PSC നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റുകൾ PWDയിൽ ഉൾപ്പെടെയുണ്ട്. അതുപോലെ KSEB-യിലുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലുണ്ട്, അവിടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോസ്റ്റുകളുണ്ട്. അതുപോലെ മറ്റ് മുനിസിപ്പൽ ബോഡീസിലൊക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വേക്കൻസീസ് ഉണ്ട്. കൂടാതെ ഫ്ലെക്സിബിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ് ഇലക്ട്രോണിക്സിലേക്ക് പോകാൻ പറ്റുമെന്നും അതുപോലെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള ഓപ്ഷൻസും കൂടെ പരിഗണിക്കുമ്പോൾ ഇലക്ട്രിക്കൽ ഈ ആസ് എ കോർ ബ്രാഞ്ച് വളരെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. വളരെ ജോബ് സാധ്യതകളൊക്കെ ഉള്ള, ഗവൺമെൻറ് സെക്ടറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന സെക്ടർ തന്നെയാണ്. താങ്ക് യു.